നമസ്കാരം, എല്ലാവർക്കും വയനാട് മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുജിത്ത്. ഇന്നത്തെ എപ്പിസോഡിൽ 1999 സാം മെൻഡിസിൻ്റെ സംവിധാനത്തിൽ ഒരു കോമഡി ഡ്രാമയായി റിലീസായ അമേരിക്കൻ ബ്യൂട്ടി എന്ന ഹോളിവുഡ് ചിത്രത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അമേരിക്കൻ ബ്യൂട്ടി. ഇനി സിനിമയുടെ ഓൺലൈൻ എന്താണെന്ന് നോക്കാം. വിവാഹ ജീവിതം. വിവാഹത്തിന് മുമ്പും അതിനുശേഷവും പലരെ ലൈഫിൽ വിവാഹം കഴിച്ചവരെല്ലാം പലരെ ലൈഫിലുള്ള ഒരു കാര്യമാണ്. വിവാഹത്തിന് മുമ്പ് അവർ ജീവിച്ചതിൻ്റെ ജീവിതം വേറെ ആയിരിക്കും, വിവാഹത്തിന് ശേഷം വേറൊരു ജീവിതമായിരിക്കും അവർ ജീവിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവർ രണ്ടുപേരും രണ്ട് സാഹചര്യത്തിൽ രണ്ട് വ്യത്യസ്തമായ സ്വഭാവത്തോടു കൂടി അതിനുശേഷം വിവാഹത്തിന് ശേഷം ഒന്നാവുന്നവരാണ് ഈ രണ്ടുപേരും, ഒരു ആണും പെണ്ണും. അതിനുശേഷം ഇവർ പരസ്പരം ചിലരുടെ ജീവിതമൊക്കെ സന്തോഷമായിട്ടൊക്കെ പോകുന്നുണ്ടാകും. 90% ആൾക്കാരുടെ ജീവിതവും പുറമെ വലിയ സന്തോഷമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ രണ്ട് ദമ്പതികളുടെ ലൈഫിൽ അവരുടെ വിവാഹ ജീവിതത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റുമാണ് ഈ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. അമേരിക്കൻ ബ്യൂട്ടി. ഇനി സിനിമയിലെ കഥ എന്താണെന്ന് നോക്കാം. നമ്മുടെ സിനിമയിൽ കഥാനായകൻ്റെ പേര് ലെസ്റ്റർ ബെയ്ൻമാൻ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് കരോലിൻ. ഒരു 16 വയസ്സുള്ള മകളുണ്ട്. മകളുടെ പേര് ജെയിൻ. ഈ ലെസ്റ്റർ ബെയ്ൻമാനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരു ശരാശരി സാധാരണ ഒരു മനുഷ്യനാണ്. നല്ല വീടുണ്ട്, ജോലിയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. പുറമെ നോക്കുന്ന എല്ലാവർക്കും ഇദ്ദേഹം ഒരു സന്തോഷവാനായ ഒരു മനുഷ്യരായിട്ട് കാണുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് പലരും, ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അടക്കം, മക്കളടക്കം, ഓഫീസറടക്കം, അയൽക്കാരടക്കം ഇദ്ദേഹത്തിന് ഒരു ഒന്നിനും കൊള്ളാത്ത ഒരു കോമാളി, അങ്ങനെ ഒരു ഇമേജാണ് ഇദ്ദേഹത്തിന് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പുറമെ വലിയ സന്തോഷവാനായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇദ്ദേഹം ഭയങ്കര നിരാശനാണ്. തനിക്കൊരു സന്തോഷവുമില്ല, താൻ ആഗ്രഹിച്ചൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ വളരെ മാനസിക സമ്മർദ്ദത്തിലാണ് ഇദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഭയങ്കര സ്ട്രിക്റ്റായിട്ടുള്ള, താൻ പറയുന്ന കാര്യത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന, ഭർത്താവ് അങ്ങോട്ട് നീങ്ങരുത്, ഇങ്ങോട്ട് നീങ്ങരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് ഭയങ്കര കണ്ടീഷൻസ് ഉള്ള ഒരു ഭാര്യയാണ് ഈ കരോലിൻ എന്ന ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. ഈ ഭാര്യയുടെ ഈ സ്ട്രിക്ട്നെസ്സൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം മറുത്തൊന്നും പറയാറില്ല. അവരെന്ത് പറഞ്ഞാലും അതിനനുസരിച്ച് മൂളി കേട്ട് തലകെട്ടി പോകുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ഇദ്ദേഹത്തിനെ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മകളും. ഈ മകൾ എപ്പോൾ വീട്ടിൽ വന്നാലും ഇവർ തമ്മിലുള്ള വഴക്ക് ഈ മകൾക്ക് കാണാനുള്ളൂ. അതുകൊണ്ട് മകൾക്ക് അപ്പനോടും അമ്മേനോടും എപ്പോഴും ദേഷ്യമാണ്. ഈ ജെയിനെ സംബന്ധിച്ച് ആളല്പം ഇൻട്രോവേർട്ടാണ്, അല്പം അപകർഷാബോധവും. അങ്ങനെ എല്ലാവരോടും ഇടപെടില്ല. ആ ഒരു കൂട്ടുകാരിയുണ്ട്, ഈ കൂട്ടുകാരിയോട് മാത്രമേ എല്ലാം ഷെയർ ചെയ്യുള്ളൂ. എപ്പോൾ നോക്കിയാലും അച്ഛനും അമ്മേൻ്റെ വഴക്ക്, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവളും വളരുന്നത്. നമ്മുടെ നായകൻ ലെസ്റ്റർ ബെയ്ൻമാനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അയൽക്കാരുടെ ഇടയിലും ഒരു വിലയില്ല, ഓഫീസിലും ഒരു വിലയില്ല, സ്വന്തം ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും ഒന്നും ഒരു വിലയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പം ഭയങ്കര മാനസിക സമ്മർദ്ദത്തിലാണ്, ഒരു സന്തോഷവുമില്ല. എങ്കിലും അദ്ദേഹം പുറമെ ചിരിച്ച് സന്തോഷിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹം വളരെ മാനസിക സമ്മർദ്ദം വെച്ച് വേദനിച്ച് കഴിയുന്ന ഒരു മനുഷ്യനാണ്. അതുമാത്രമല്ല, ഇങ്ങനെ ഒരു ഭാര്യയുടെ മുന്നിൽ ഒരു പാവത്താനായിട്ട് കാണിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കുരുത്തക്കേടുകളുണ്ട്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, അത് തൻ്റെ സന്തോഷം തനിക്ക് വേണ്ടി, അതിൽ മറ്റാരും ഇടപെടാൻ പാടില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ ലെസ്റ്റർ ബെയ്ൻമാൻ. ഒരു ദിവസം ഈ ലെസ്റ്റർ ബെയ്ൻമാൻ്റെയും കരോലിൻ്റെയും മകളായ ജെയിൻ്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ IPLലൊക്കെ ചെയർ ഗേൾസ് എന്ന് പറയില്ലേ, അതുപോലെ തന്നെ അവിടെ സ്കൂളിൽ എന്തെങ്കിലും ഗെയിം, ഫുട്ബോൾ, വോളിബോൾ അങ്ങനെയുള്ള ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഇടവേളകളിൽ ഡാൻസ് കളിക്കുന്ന ചെയർ ഗേൾസിൽ ഒരാളാണ് ഈ നമ്മുടെ ജെയിൻ. അങ്ങനെ അവളുടെ ഡാൻസ് ഉണ്ടെന്നറിഞ്ഞ് ഇവരും അത് കാണാൻ വേണ്ടി പോകുന്നു. പക്ഷേ ഈ അപ്പനും അമ്മയും അവിടെ വരുന്നത് ഈ ജെയിൻ ഒട്ടും ഇഷ്ടമല്ല. എങ്കിലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവളൊന്നും പറയാണ്ടിരിക്കുന്നു. അങ്ങനെ ഇവളുടെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെസ്റ്റർ ബെയ്ൻമാനും ഭാര്യ കരോലിനും അവിടെ എത്തുന്നു. അവിടെ എത്തി ഇവർ ഡാൻസായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലെസ്റ്റർ ബെയ്ൻമാൻ തൻ്റെ മകളുടെ ഒരു കൂട്ടുകാരിയെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെടുന്നു. അവരുടെ സംസാരം, അവരുടെ ചിരിയൊക്കെ ഉണ്ട്, അതിലങ്ങനെ മയങ്ങുന്നു. അങ്ങനെ ഈ കുട്ടിയെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, തന്നെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടി ഇദ്ദേഹം കാണിക്കുന്ന കുറേ കോപ്രായങ്ങളാണ് ഇതിന് ശേഷം. ഇങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം പോകുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ഈ ലെസ്റ്റർ ബെയ്ൻമാൻ്റെ ജീവിതത്തിൽ അവസാനം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളതാണ് രസകരമായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഈ സിനിമയിൽ സാം മെൻഡിസ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയെപ്പറ്റി കഥയായിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കഥയായിട്ട് പറയുന്ന ഒരു സിനിമയല്ല ഇത്, നിങ്ങൾ കണ്ട് ഫീൽ ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഈ സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം സാം മെൻഡിസിൻ്റെ സംവിധാനം. ഒരു സാധാരണ കഥയാണ്, ഒരു സാധാരണ മനുഷ്യൻ്റെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളെ വളരെ നർമ്മം കലർത്തി വളരെ മനോഹരമായിട്ട് സാം മെൻഡിസ് സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ കാര്യം ഈ സിനിമയുടെ കഥയും തിരക്കഥയും. ഒരു സാധാരണ കഥയെ അത്ര ഭംഗിയായിട്ട്, കാരണം ഇതൊരു
ഒരു നോർമലി പറഞ്ഞു പോവുകയാണെങ്കിൽ ആർക്കും അങ്ങനെ ഇതിൻ്റെ വൺലൈൻ ഞാനിപ്പോൾ പറയും പോലും നിങ്ങൾക്ക് കാണാൻ ചിലപ്പം ഒരു ഇൻട്രസ്റ്റ് വരുന്നുണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒരു സാധാരണ ഒരു കഥയാണ് ഈ അമേരിക്കൻ ബ്യൂട്ടി എന്നൊരു സിനിമയുടെ. പക്ഷേ ഇതിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്ന തിരക്കഥയും അതിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്ന സംഭാഷണം, അത്രയ്ക്ക് ഹെയർ ടച്ചിങ് ആയിട്ടുള്ള സംഭാഷണം, അത്രയ്ക്ക് മനോഹരമായ തിരക്കഥയും. കാരണം നമ്മൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒരു ത്രില്ലർ സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ നമ്മൾ അത്രയ്ക്ക് ഇൻവോൾവ് ആയിട്ട് സിനിമ കാണും. ഒരു സാധാരണ കുടുംബജീവിതത്തിലൊരു കഥ അത്രയ്ക്ക് മനോഹരമായിട്ട് നർമ്മം പൊതിഞ്ഞ് നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഇതിനകത്ത് തിരക്കഥ ഒരുക്കി ഇവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മനോഹരമായിട്ട് ഇത് സ്ക്രീനിൽ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ ലെസ്റ്റർ ബേർമാനെ അവതരിപ്പിച്ച കെവിൻ സ്പേസിയുടെ അഭിനയം. എന്താ അഭിനയം! എത്ര മനോഹരമായിട്ട് ആ ക്യാരക്ടർ അദ്ദേഹം ജീവിക്കുകയാണെന്ന് പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ട് കോമഡി സീനാകട്ടെ എമോഷണൽ സീനാകട്ടെ അദ്ദേഹം അഭിനയിച്ചൊരു പടമാണ്. കെവിൻ സ്പേസിയെ പറ്റി ഞാൻ പറഞ്ഞറിയേണ്ട കാര്യമില്ല. യൂഷ്വൽ സസ്പെക്റ്റൊക്കെ കണ്ട ആൾക്കാർക്കറിയാം അത്രയ്ക്ക് മനോഹരമായ പ്രകടനമാണ് ആ സിനിമയിൽ. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അഭിനയം ഈ സിനിമയിലും. ഇദ്ദേഹത്തിന് ഈ സിനിമയിൽ അഭിനയിച്ചവരുടെ ബെസ്റ്റ് ആക്ടർക്കുള്ള ഓസ്കാർ അവാർഡും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ എത്ര മനോഹരമായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിനയം തന്നെയാണ് ഈ സിനിമ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ പിടിച്ചെടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ എനിക്ക് സിനിമയിൽ ഇഷ്ടപ്പെട്ട കാര്യം, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും പ്രകടനം. ആൻഡ് ബെനിങ്, തോറ ബ്രിച്ച്, വെനസുവാരി, ബെസ് ബെൻലി, എല്ലാവരും പ്രകടനം അതിമനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാരക്ടറുകളായിട്ട് അവർ ജീവിക്കുമായിരുന്നു എന്ന് പറയാം. അത്രയ്ക്ക് മനോഹരമായിട്ട് ആ ക്യാരക്ടറുകളെല്ലാം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്യാരക്ടറെ എങ്ങനെ ഡിസൈൻ ചെയ്യണം എന്നുള്ളത് ഒരു പുതിയ എഴുത്തുകാരോ അല്ലെങ്കിൽ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, തിരക്കഥ എഴുതാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അമേരിക്കൻ ബ്യൂട്ടി. അതുപോലെ ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫിയും ബാക്ക്ഗ്രൗണ്ട് സ്കോറും. സിനിമാറ്റോഗ്രാഫിക്ക് ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫിക്കുള്ള ഓസ്കാർ അവാർഡ് നേടിയ പടം കൂടിയാണ്. അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും. അത്രയ്ക്ക് മനോഹരമായിട്ടും രണ്ടുപേരുടെ കോൺട്രിബ്യൂഷനും ഈ സിനിമയെ വേറെ ലെവലിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്ന് നമുക്ക് വേണം പറയാം. കാരണം ഈ സിനിമയെ അത്ര നമ്മൾ ഫീൽ ഗുഡാക്കി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതിനെ കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവെച്ചത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമാണ്. രണ്ടുപേരും അത്രയ്ക്ക് മനോഹരമായിട്ട് അവരുടെ വർക്ക് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, വിവാഹം കഴിക്കാൻ പോകുന്ന 18 വയസ്സിന് മുകളിലേക്കുള്ള എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമ കൂടിയാണ് അമേരിക്കൻ ബ്യൂട്ടി. വ്യക്തി എന്ന രീതിയിൽ അവരവരുടെ സന്തോഷം അവരുടെ മാത്രമായിരിക്കും. അത് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ ഭാര്യയ്ക്ക് വേണ്ടിയും എല്ലാം നമ്മൾ ത്യജിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കും എല്ലാ കാര്യങ്ങളും ത്യജിക്കാനൊന്നും പറ്റില്ല. കാരണം ചെറിയ ചെറിയ സന്തോഷങ്ങൾ, കാരണം അത് ഭക്ഷണം കഴിക്കുന്ന രീതിയിലായിരിക്കും, ചിലർക്ക് സന്തോഷം കിട്ടുന്ന കുറേ പൈസ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കും, ചിലർക്ക് പടം വരയ്ക്കുന്ന, പാട്ട് പാടുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ടുള്ള കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ വിവാഹത്തിന് ശേഷം പാടില്ല. അതിനൊക്കെ ഒരു സ്ട്രിക്ട്നെസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിവാഹ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായും ഈ സിനിമയിലെ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നിങ്ങളുടെ വിവാഹ ജീവിതത്തിന് ശേഷം സംഭവിച്ച ഏതെങ്കിലും ഒരു കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത്രയ്ക്ക് മനോഹരമായിട്ട് അത്രയ്ക്ക് ഒറിജിനാലിറ്റി എടുത്തൊരു പടമാണ് അമേരിക്കൻ ബ്യൂട്ടി എന്ന ഈ സിനിമ. പക്ഷേ ഈ സിനിമ ഒരിക്കലും 18 വയസ്സിന് താഴെയുള്ള ആളുകൾ കാണരുത്. കാരണം കുട്ടികൾക്കുള്ള പടമേ അല്ല ഇത്. ഏറ്റവും മെച്യൂറായിട്ടുള്ള അഡൽട്ടായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിട്ടുള്ള പടമാണ്. കുട്ടികൾ ഒരിക്കലും ഇത് കാണേണ്ട കാര്യമില്ല. അത്ര അഡൽ കണ്ടറിലുള്ള പടമാണിത്. കാരണം ഈ സിനിമയിൽ അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും ഫാമിലിയോടൊപ്പം ഇരുന്നോ 18 വയസ്സ് താഴെയുള്ള കുട്ടികളോ ഒരിക്കലും ഈ സിനിമ കാണേണ്ട കാര്യമില്ല. കുട്ടികൾക്കുള്ള സിനിമ അല്ല അത്. ഫാമിലിയോടെ ഇരുന്ന് കാണാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ നിന്ന് റേഷൻ കാർഡിലെ പേര് കിട്ടിയേക്കും. അത്രയ്ക്ക് അഡൽ കണ്ടറിലുള്ള സിനിമയാണ്. പക്ഷേ ഭാര്യ ഭർത്താക്കന്മാരായ ആൾക്കാർ ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റുന്ന അവർ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് അമേരിക്കൻ ബ്യൂട്ടി. അതുപോലെ സിനിമ ഏകദേശം 5ഓളം ഓസ്കാർ അവാർഡാണ് നേടുന്നത്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫി, അങ്ങനെ ഏകദേശം 5ഓളം ഓസ്കാർ അവാർഡാണ് ഇത് നേടിയിട്ടുണ്ടായിരുന്നത്. സാം മെൻഡിസ് ആദ്യത്തെ പടമാണ്. ആദ്യത്തെ പടത്തിൽ തന്നെ അദ്ദേഹത്തിന് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡും കിട്ടി. അതുപോലെ ഈ സിനിമയെ പറ്റി മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആക്ഷൻ പടങ്ങൾ, ത്രില്ലർ പടങ്ങൾ, അങ്ങനെയുള്ള അങ്ങനെ പടങ്ങൾ മാത്രമേ നിങ്ങൾ കാണുന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പടം നിങ്ങളെ സാറ്റിസ്ഫൈഡ് ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത് ഫുൾ ആൻഡ് ഫുള്ളി ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഫീലിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയുള്ള പടങ്ങൾ മാത്രമേ കാണുന്നുള്ളെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കാണുന്നതാണ്. അതുപോലെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ ഒരു അമേരിക്കൻ കൾച്ചർ അതിൽ കുറച്ചൊരു ധാരണ വെച്ചിട്ട് തന്നെ നിങ്ങൾ കാണണം. കാരണം ഇതിലെ പല കാര്യങ്ങളും നമ്മുടെ കൾച്ചറും അവരുടെ കൾച്ചറായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിലെ പല സീനുകളും നമ്മളെ എംബ്രേസ് ചെയ്തേക്കാം. അയ്യോ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ പാടുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാം. അതൊക്കെ മനസ്സിലായെങ്കിൽ അവരുടെ ഒരു കൾച്ചറിനെ പറ്റി ഒരു ഏകദേശ ധാരണ വെച്ച് നിങ്ങൾ കാണുവാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഈ പടം നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നിങ്ങൾക്ക് ആ സിനിമയിലേക്ക് ഇൻവോൾവ് ചെയ്ത് ആസ്വദിക്കാനും കഴിയും. ഈ സിനിമയ്ക്ക് വയനാട് മീഡിയ കൊടുക്കുന്ന റേറ്റിംഗ് 8.5 ഔട്ട് ഓഫ് 10. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.